നേപ്പാളിൽ പക്ഷേ എല്ലാ കണ്ണുകളും ഇപ്പോൾ ഒരാളിലേക്കാണ്, ബാലേന്ദ്ര ഷാ എന്ന ചെറുപ്പക്കാരനിലേക്ക്. ആരാണ് ബാലേന്ദ്ര ഷാ? സംഗീത സംവിധായകനും കവിയുമൊക്കെയാണ് ബാലേന്ദ്ര ഷാ എന്ന നേപ്പാളിലെ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നേതാവ്. ഗായകനായി തന്നെ തിളങ്ങിയിട്ടുള്ള, റാപ്പ് മ്യൂസിക്കിലൂടെ തിളങ്ങിയിട്ടുള്ള ആളാണ് ബാലേന്ദ്ര ഷാ. 2010 നേപ്പാളി ഹിപ്പ് ഹോപ്പ് സംഗീതത്തിന്റെ ഭാഗമായവരിൽ പ്രധാനിയാണ്. യുവാക്കൾക്കിടയിൽ ബാലേന്ദ്ര ഷാ എന്ന ബലേൻ ഇപ്പോൾ തരംഗമായി മാറിയിരിക്കുകയാണ്. ഹിപ്പ് ഹോപ്പിലൂടെ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ പാടിയതോടെയാണ് ബാലേന്ദ്ര ഷാ ലോക ശ്രദ്ധ നേടിയിരിക്കുന്നതും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വികസനമില്ലായ്മയും ഒക്കെ റാപ്പിലൂടെ ജനങ്ങളിൽ എത്തിച്ചു എന്നതാണ് അദ്ദേഹത്തിന്റെ പാട്ടുകളുടെ പ്രത്യേകത. യൂട്യൂബിൽ 7 മില്യൺ കാഴ്ചക്കാരുള്ള ബലിദാൻ എന്ന ആൽബം യുവാക്കൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതുമാണ്. നമുക്ക് നേരത്തെ അറിയാം, ബാലേന്ദ്ര ഷാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട്. 2022 സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചുകൊണ്ട് കാഠ്മണ്ഡു മേയറായ ആളാണ് ബാലേന്ദ്ര ഷാ. അങ്ങനെ നിർണായകമായ പ്രചാരണത്തിൽ ഉൾപ്പെടെ വ്യത്യസ്തത പുലർത്തുന്ന ബാലേന്ദ്ര ഷായാണ് അന്ന് കണ്ടത്. തോളിൽ എപ്പോഴും ദേശീയ പതാക ചേർത്ത് പിടിച്ചു. പ്രമുഖ നേതാക്കളെ കടത്തിവിട്ടിക്കൊണ്ട് 61,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ബാലേന്ദ്ര ഷാ അന്ന് കാഠ്മണ്ഡുവിൽ ജയിച്ച് മേയറായി മാറുകയും ചെയ്തത്. അന്ന് പ്രചാരണത്തിലുടനീളം അദ്ദേഹം ഇത്തരത്തിൽ തന്റെ സംഗീതത്തിലൂടെ താൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അഴിമതിക്കെതിരായ പോരാട്ടം. ഇന്നിപ്പോൾ പ്രക്ഷോഭകർ ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് 30 വർഷത്തെ സാമ്പത്തിക അഴിമതികൾ അന്വേഷിക്കണമെന്ന ആവശ്യമാണ് ഇന്ന് പ്രക്ഷോഭകർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ബാലേന്ദ്ര ഷായെ ഉയർത്തിക്കാണിക്കുകയും ചെയ്യുന്നു. അഴിമതിയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് എടുക്കുന്നയാളാണ് ബാലേന്ദ്ര ഷാ എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ അഴിമതികളെ കുറിച്ച് നിരന്തരം സമൂഹ മാധ്യമങ്ങളിലൂടെ അദ്ദേഹം സംവദിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് അദ്ദേഹം. ഇന്ത്യയിലെ തന്നെ കർണാടകയിലെ വിശ്വേശ്വര ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദം നേടിയത്. അതാണ് ബാലേന്ദ്ര ഷായ്ക്ക് ഇന്ത്യയുമായുള്ള ബന്ധം എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ടൈം മാഗസിന്റെ വളർന്നുവരുന്ന 100 ലോക നേതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ആളാണ് ബാലേന്ദ്ര ഷാ എന്ന് പറയുമ്പോഴാണ് അദ്ദേഹത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാകുന്നത്. സുതാര്യവും ജനകീയവുമായ രാഷ്ട്രീയ ശൈലിയെ പ്രശംസിച്ചുകൊണ്ട് ന്യൂയോർക്ക് ടൈംസ് ലേഖനം എഴുതുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലോക ശ്രദ്ധ നേടിയ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായി മാറുകയും ചെയ്തിട്ടുണ്ട് ബാലേന്ദ്ര ഷാ. 36-ാം വയസ്സിൽ ബാലേന്ദ്ര ഷാ പ്രധാനമന്ത്രി ആവുകയാണെങ്കിൽ അതൊരു പക്ഷേ നേപ്പാളിന്റെ ചരിത്രത്തിലെ തന്നെ പുതുപ്പിറവിയാകുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ബാലേന്ദ്ര ഷായെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ അടുത്ത പ്രധാനമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രക്ഷോഭകാരികൾ ഉയർത്തിക്കാണിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നിർണായകമായ ഒരു സ്ഥാനത്തെത്തുന്ന ഏറ്റവും ചെറുപ്പക്കാരനായ പ്രധാനമന്ത്രി എന്ന നിലയിലേക്ക് ബാലേന്ദ്ര ഷാ മാറുകയും ചെയ്യും. റാപ്പറും സംഗീത സംവിധായകനും കവിയുമൊക്കെയായ ബാലേന്ദ്ര ഷായുടെ അഴിമതി വിരുദ്ധ പോരാട്ടങ്ങൾ അദ്ദേഹത്തെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിക്കുമോ എന്നുകൂടി നമുക്കറിയണം.